ഇപ്പോൾ ഇത് ഓണാണ്, പക്ഷേ ബൾബ് ഹീറ്റ് ആവണോ ഒന്നുമില്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ക്രോസ് ഓവറിന് മുകളിലുള്ള ഈ ഒരു ചെറിയ സംശയമാണ് തീർക്കുന്നത്. അതായത് ഇത് കൊണ്ടുവന്ന ആളും അതേപോലെ തന്നെ ഇത് കണ്ടവരും എന്നോട് ചോദിക്കേണ്ടായി, ഇതെന്താണ് ആ ഒരു ചെറിയ ലാമ്പ്, ചെറിയ ബൾബ് അതിൻ്റെ മുകളിൽ, അതായത് ലാമ്പ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട് ക്രോസ് ഓവറിന് മുകളിൽ. അതെന്തിനാണ്? ഇത് സ്പീക്കർ പ്ലേ ചെയ്യുമ്പോൾ സൗണ്ട് വരുമ്പോൾ ഇതിങ്ങനെ മിന്നി കളിക്കുന്നതാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. ആ സംശയം തീർക്കലും പിന്നെ ഇത് രണ്ടും കംപ്ലൈൻ്റ് ആണ്, രണ്ടും ഡെഡാണ്. അപ്പോൾ ഒന്ന് നന്നാക്കി കത്തി പോയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഇത് പാടുന്നില്ല. അപ്പോൾ ഇതിലൂടെ ട്യൂട്ടർ ഓക്കെയാണ്, അതായത് HF ഓക്കെയാണ്, നമുക്ക് സ്പീക്കറിലേക്ക് ഔട്ടില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് പിന്നീട് നന്നായി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ആ ലാമ്പ് എന്താണ് എന്നുള്ളത് പറയാം. കാരണം ആ ലാമ്പ് കാണുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ക്രോസ് ഓവറിലൊന്നും ലാമ്പോ LED ഒരു സാധനവും ഇല്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഒരുവിധം ആവറേജ് കണക്കൂട്ടൽ. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് ക്രോസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ പബ്ലിക് അഡ്രസ് സിസ്റ്റങ്ങൾ, അതായത് സൗണ്ട്സിൻ്റെ 400 watts 8 ohms ക്രോസ് ഓവർ അത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെതായ ഒരു ആവശ്യത്തിനാണല്ലോ ഓരോ സർക്യൂട്ടിൽ ഓരോ കമ്പോണൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് ആ ബൾബ് എന്തിനാന്നുള്ള സംശയം നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് സർവീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ക്രോസ് ഓവർ, 400 watts 8 ohmsൻ്റെ ക്രോസ് ഓവറാണ്. ട്യൂട്ടർ മാത്രമാണ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ട്യൂട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിന്. പിന്നെ ഒന്നുള്ളത് മിഡ് റേഞ്ചിന് കണക്ഷനാണ്. നമ്മൾ 2 സ്പീക്കറിന് കണക്ഷൻ ഉണ്ട്, ഒന്ന് കാലിയാണ്, ഒന്ന് കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ട്യൂട്ടറിൽ കൂടെ ഉള്ള സൗണ്ട് മാത്രം കേൾക്കാം, മറ്റൊന്നും കേൾക്കില്ല. അപ്പോൾ ഇതിൽ ഈ കോയലിൻ്റെ കുഴപ്പമായിരിക്കാം ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാതിരിക്കാൻ കാരണം. അപ്പോൾ നമുക്കത് കൂടുതൽ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നമ്മുടെ മറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ പാഡൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞാണ് ഇപ്പോൾ ഈ പാടുകൾ കാണുന്നത് ബ്ലാക്ക് കളറിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രോസ് ഓവറുകൾ സർവീസ് ചെയ്യാറുണ്ട് വളരെ സിമ്പിളാണ്. കാരണം സർക്യൂട്ട് വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. നമുക്ക് മിഡ് ഫ്രീക്വൻസിയിലേക്ക് കപ്പാസിറ്ററും കോയിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇതുപോലെ ട്യൂട്ടറിലേക്ക് മാറി ഈ വരുന്ന കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് നമുക്ക് പാത്ത് ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. സ്പീക്കറിലേക്കുള്ള ലൈന് മാത്രമാണ്, ആ കോയിലിന് എന്തോ പ്രശ്നമായിരിക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലത് അത്ര സിമ്പിളായിരിക്കില്ല, ചിലത് കുറച്ച് കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. അതായത് പാടി തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആവും. ഹീറ്റ് ആകുമ്പോൾ വാമുമ്പോൾ കംപ്ലയിൻ്റ് ആവുന്ന അവസ്ഥയിലുണ്ടാവും. അതൊക്കെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ പുറത്ത് വെച്ച് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലെ കംപ്ലയിൻറ്റ് വളരെ സിമ്പിളാണ്. ഞാനിപ്പം ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആ ഇൻപുട്ട് ഞാനിവിടെ വിടുത്തിട്ടുണ്ട്, കോമൺ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ട്വിറ്ററും ഊഫറും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ആദ്യം ബസറിലായിട്ടിട്ട് ആ കണ്ടിന്യൂറ്റി, ആ കോയിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. അപ്പോൾ ഇത് ഇൻപുട്ട് ഇവിടെ കയറി, ഈ കാണുന്നതാണ് ഇൻപുട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, വളരെ വലിയ സർക്യൂട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതൊരു കോയിലാണ്. ആ കോയിൽ ഈ ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നല്ലോ, ആ കോയിലാണ്. ആ കോയിൽ നിന്ന് നേരെ കയറിയിട്ടാണ് നമ്മളെ ഊഫറിലേക്ക് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. കോമൺ ഈ വരുന്നത് ഇങ്ങനെ നേരെ വന്നിട്ട് നമുക്ക് കോമൺ ഗ്രൗണ്ട്, അതായത് സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. ആ കോമൺ തന്നെ എല്ലായിടത്തേക്കും പോകുന്നുണ്ട്, ഇത് ട്യൂട്ടറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ഇവിടെ തന്നെ ഈ കോയിലിന് തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ കോയിൽ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലുള്ള കോയിൽ കട്ടായതായിരിക്കാം, ഡ്രൈ ആയതായിരിക്കാം, ഫംഗസ് ആയിരിക്കാം, മറ്റെന്തോ ആയിരിക്കാം. അപ്പോൾ ഡ്രൈ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ കോയിലിൻ്റെ സോൾഡറിങ് ഇവിടെ ഇളകി കിടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇനിയിപ്പോൾ ചെയ്ത് നോക്കാനുള്ളത് ഈ ഏരിയയിൽ മറ്റൊരു പോയിൻറ്റിലും ഇളക്കോ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി ഇത് മറച്ച് വെച്ചിട്ട് ഈ കോയിലൊന്ന് ഡീറ്റെയിൽ ചെക്ക് ചെയ്താൽ കാര്യം മനസ്സിലാവും. അപ്പോൾ എൻ്റെ സംശയം ഇവിടെ എവിടെയോ വല്ല ഡ്രൈയോ കണക്ഷൻ കട്ടായതോ മറ്റോ ആയിരിക്കാം. അതിനൊരു വഴിയുള്ളത്, ഇത് അയച്ചിട്ട് ഈ കോയിൽ നിന്ന് അയച്ചെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് സോൾഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനോടത്തെ ഗമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ആദ്യം ഒഴിവാക്കുക. അപ്പോൾ അവിടുത്തെ ഗമ്മ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, അതായത് അയച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ കേബിൾ ടൈം കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത സംഭവമാണ്. ഇനി അത് ഇളക്കുന്നതിന് മുമ്പ് അത്രയും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മറ്റൊരു സ്പെയർ സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിലും അതിൽ നിന്ന് കൊണ്ട് മാറ്റിയിടാനുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ കോയിൽ. അപ്പോൾ അവിടെ നിന്ന് റീസോൾഡർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി നോക്കിയിട്ട് പേസ്റ്റാക്കി കൊടുത്തിട്ട് വേണം സോൾഡർ ചെയ്യാൻ. കുറച്ചധികം ഫ്ലോ ആക്കിയിട്ട് ഒന്ന് ഹീറ്റാക്കി നന്നാക്കി പിടിപ്പിക്കുക. ഇതിങ്ങനത്തെ അവസ്ഥകൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡിവൈസിന് വന്നാലും ഇങ്ങനെ ആദ്യം സിമ്പിൾ വഴി നോക്കുക, എന്നിട്ട് മാത്രം മൊത്തം അയച്ചൊക്കെ ചെക്ക് ചെയ്താൽ മതി. കമ്പോണൻസ് മൊത്തം അയച്ച് ആദ്യം സിമ്പിളായിട്ടുള്ള ഡ്രൈ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് മൊത്തം അയച്ച് പീസാക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സംഗതി വർക്കിംഗ് ആണ്. അപ്പോൾ ഡ്രൈ തന്നെ ആയിരുന്നു. നമ്മൾ ഇളക്കി നോക്കിയിട്ട് കാണാത്ത ഒരു തരം ഡ്രൈ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നമ്മളിപ്പോൾ ഹീറ്റാക്കിയപ്പോൾ വർക്കൗട്ട് ആയത്. ഇനി വേണ്ടത് ഒന്ന് നേരെ വെച്ച് കുറച്ച് സമയം വർക്ക് ചെയ്ത് നോക്കണം. പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി വാമാവുമ്പോൾ കുഴപ്പം വരുമോ ഇല്ലയെന്ന് അറിയണം. വർക്ക് ചെയ്യുമ്പോൾ ആ കോയിലൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. തട്ടി നോക്കുക. അപ്പം സംഗതി ഓക്കെ ആണ്. നമ്മൾ തട്ടി മുട്ടിയൊക്കെ നോക്കിയിട്ടുണ്ട്. അടിച്ച് പൊളിക്കലല്ല, ഞാനിപ്പോൾ തട്ടിയത് കണ്ടില്ലേ, അതായത് അടിച്ച് പൊളിക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഇളക്കത്തിനനുസരിച്ചിട്ട് അത് ഡ്രൈ ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇനി ഈ ലാമ്പ് എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമുക്ക് ഈ രണ്ടാമത്തെ ക്രോസ് ഓവർ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ലാമ്പ് കാണാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് വല്ലാതെ കത്തിപ്പോയിട്ടുണ്ട്. അത് കുറച്ച് പണിയെടുത്ത് ശരിയാക്കണം. പ്രിൻ്റ് കത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ട പോലെ വളരെ സിമ്പിൾ സർക്യൂട്ട് ആണല്ലോ. അപ്പോൾ ഈ പ്രിൻറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവർ ആക്റ്റീവ് ആവും, വർക്കിംഗ് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഏരിയയിൽ ഇവിടെയാണ് ലാമ്പ് ഉള്ളത്. ഇതാണ് ലാമ്പ്. അപ്പോൾ ഈ ലാമ്പ് നിങ്ങൾക്ക് കാണാം, ഇത് ശരിക്കും ഇതിൻ്റെ സ്പീക്കറിൻ്റെ പോസിറ്റീവാണ് നമുക്ക് ലാമ്പിലൂടെ കയറി വരുന്നത്. ഈ ഭാഗത്തൂടെ കയറി വന്ന് ഈ പോസിറ്റീവ് ഈ ലാമ്പിലൂടെ കയറി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ട്വീറ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ലാമ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്രോസ് ഓവറിൽ ഒരുവിധം എല്ലാ ക്രോസ് ഓവറിലും അങ്ങനെ തന്നെയാണ്, ട്വീറ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ ലാമ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു തരം പവർ ലിമിറ്റിംഗ് സർക്യൂട്ടായിട്ടാണ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന വോളിയം ലെവൽ അനുസരിച്ചിട്ടോ ഔട്ട്പുട്ട് ലെവൽ അനുസരിച്ചിട്ടോ ഇതിലേക്ക് വരുന്ന പവർ കൂടി വരിക, സാധാരണയിലും കൂടുതൽ പവർ വരിക. ഇപ്പോൾ 400 വാട്ട് 8 ohms ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ പവറിൽ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ആ എക്സസ് പവർ നമ്മൾ ഈ ബൾബിനെ ക്രോസ് ഡ്രോപ്പ് ആവും. അതായത് അത് ലൈറ്റ് ചെയ്യും, അത് കത്തും. അത് കത്തി അത് വാമാവുമ്പോൾ ഇതിൻ്റെ ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക് എന്തായാലും ഇൻക്രീസ് ആവും. അപ്പോൾ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവർ ഇപ്പോൾ ഇതിലേക്ക് ട്വീറ്റർ ആണല്ലോ കൊടുത്തുള്ളത്, ഏത് ട്വീറ്റർ ആണോ അതിലേക്ക് കൊടുത്തിട്ടുള്ളത് അതിലേക്കുള്ള കറണ്ട് ലിമിറ്റഡ് ആയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അത് സേഫാക്കി നിർത്തുന്നതാണ് ഈ ലാമ്പിൻ്റെ പ്രവൃത്തി ഈ സർക്യൂട്ടിൽ. അപ്പോൾ സംഗതി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമൊന്നുമല്ല. നമ്മൾ PA സിസ്റ്റങ്ങളിലൊക്കെ ഇങ്ങനത്തെ ക്രോസ് ഓവറുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഒന്നും മനസ്സിലാക്കിയിരിക്കാം എന്നുള്ള നിലക്കാണ് എനിക്കിത് സർവീസിന് വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട്, ഇങ്ങനെ ഒരു സാധനം പെട്ടെന്നൊന്നും നമ്മൾ കൈ കിട്ടാത്തതുകൊണ്ടാണ് അത് കിട്ടിയപ്പോൾ വേഗം കാണിച്ചു തന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു സംഭവം പലർക്കും ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഗൂഗിളിലൊക്കെ കണ്ടു. അപ്പോൾ അത് നിങ്ങൾക്കും ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം എന്നുള്ള നിലക്കാണ് ഞാനത് ഈ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇത് ഓണാണ്, പക്ഷേ ബൾബ് ഹീറ്റ് ആവണോ ഒന്നുമില്ല. ഞാനൊന്ന് കൂടി പ്ലേ ആക്കാൻ പോവാണ്. Check the mic and make sure it sound right, boys.